ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ പലർക്കും നല്ലൊരു ന്യൂ ഇയർ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതിൽ മിക്കവരുടെ കേസും അങ്ങനെ ആവണം എന്നില്ല. നമ്മൾ പുറമേ കാണുന്ന പോലെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സപ്പോസ് എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് ഈ ഫസ്റ്റ് ഡേ ഓഫ് ന്യൂ ഇയർ അത്ര നല്ലൊന്നും അല്ലായിരുന്നു. വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അവരുടെ ലൈഫിൽ വരും, അത് നോർമലാണ്. പക്ഷേ നമ്മൾ പലരും പുതിയ വർഷം തൊട്ട് നമുക്ക് കുറേ റെസൊല്യൂഷൻസ് കൊണ്ടുവരാം, നമുക്ക് പുതിയൊരു നമ്മളാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ, നമ്മൾ ചുറ്റുമുള്ള ആ സറൗണ്ടിങ്സ്, അതൊന്നും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല. അതൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിയൽ ലൈഫും സെയിം അല്ല. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം. അതുപോലെ തന്നെയാണ് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഈ വർഷം തൊട്ട് നിങ്ങൾ പുതിയൊരു നിങ്ങളാവണമെന്ന് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ മാറണം. എന്ത് സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഫേസ് ചെയ്യണം. ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഈ വർഷം മൊത്തത്തിൽ പോയി എന്ന് വിചാരിക്കരുത്. ഇതിൽ നിന്ന് നമുക്ക് കരകയറി വരാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ചേഞ്ച്. ഈ ഇയറിലെ ആദ്യത്തെ ചേഞ്ച് അതായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ ആയിക്കോട്ടെ, സിറ്റുവേഷൻസ് എങ്ങനെ ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ഉണ്ടായാലും അതിനെയെല്ലാം പുതിയൊരു നമ്മളായി നിന്നുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഒരു ചെറിയ മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ ആരും ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേറൊരാളുണ്ടാവണമെന്നില്ല. സോ ഫീൽ ഫ്രീ ടു ഷെയർ. അല്ലെങ്കിൽ ഒരു ജിമെയിലിൽ എനിക്ക് മെയിൽ അയച്ചോളൂ, കുഴപ്പമില്ല. എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തേക്കാം. സോ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് ആരുടെ പറയാൻ തോന്നുന്നില്ല എങ്കിൽ ആദ്യം നിങ്ങളുടെ റൂമിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് സ്പേസ്, നിങ്ങൾക്ക് സേഫായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ വരാം. എന്നിട്ട് നിങ്ങളുടെ റൂമിൽ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കും. ആ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. എനിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വായിച്ചിട്ട് ഉള്ളൊരു അറിവല്ല, അങ്ങനെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് റൈസ് ചെയ്യുന്ന ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അതിൻ്റെ ആൻസർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നെല്ലും പതിരും വേർതിരിക്കുക എന്ന് പറയുന്നത്, ആ രീതിയിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആ ആൻസർ കിട്ടും, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടും. നിങ്ങളുടെ അടുത്ത് തന്നെ പറയുക, നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മിററിൽ നോക്കിയിട്ട് നിങ്ങൾ മറ്റൊരാൾ കാണുന്ന പോലെ, നിങ്ങളെന്താണെന്ന് അറിയാമല്ലോ, നിങ്ങളുടെ മനസ്സെന്താണെന്നറിയാം. നിങ്ങൾ മറ്റൊരാളുടെ പ്രോബ്ലം എത്രത്തോളം വലുതായിട്ടാണ് എടുക്കുന്നത്, അതിനെ എത്ര സിൻസിയറായിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങളുടെ അത്രയും വേറെ ആർക്കും അറിയണമെന്നില്ല. സോ അത് മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ണാടിയുടെ മുമ്പ് നോക്കി പറയുക, മറ്റൊരാളോടെന്ന പോലെ പറയുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ച് മാറ്റുക. എന്നിട്ട് വെറുതെ ഒന്ന് ചിരിച്ചു നോക്കുക, നിങ്ങളുടെ മൂഡ് തന്നെ മാറും. ഞാൻ വെറുതെ പറയുന്നതല്ലേ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, വിഷമം വരുമ്പോൾ, പറയാൻ ആരുമില്ലാന്ന് തോന്നുമ്പോൾ ഈ ഒരു ട്രിക്ക്, ഈ ഒരു ചെറിയ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫ് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആവുമെന്ന് നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം. ഓക്കെ, സോ ദിസ് ഈസ് എ ഫസ്റ്റ് ടിപ്പ്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഫോർ ദിസ് പുതിയ വർഷം. സോ ഗുഡ് ബൈ.